പ്രിയ സഹോദരങ്ങളെ, നവീകൃത ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള ത്രേസ്യയുടെ പരിശ്രമത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നാം കാണുന്നത്. നവീകൃത കർമ്മലീത്ത സന്യാസ സമൂഹം സ്ഥാപിക്കാൻ വേണ്ടി ഇൻകാർണേഷൻ മഠം ഉപേക്ഷിച്ച് പടിയിറങ്ങിയ ത്രേസ്യ പിന്നീട് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ 9 വർഷങ്ങൾക്ക് ശേഷമുള്ള തൻ്റെ തിരിച്ചുവരവിനെ കുറിച്ച്. മാതൃഭവനം ഉപേക്ഷിച്ചു പോയ ത്രേസ്യയുടെ തിരിച്ചുവരവ് ഇൻകാർണേഷൻ മഠത്തിലെ ആരും പ്രതീക്ഷിച്ചുമില്ല. എന്നാൽ ഒരിക്കൽ ത്രേസ്യ തന്നെ പറഞ്ഞിരുന്നു, ഒരസംതൃപ്തിയായ കന്യാസ്ത്രീയേക്കാൾ തനിക്ക് ഏറ്റവും ഭയമുള്ള മറ്റൊന്നില്ല എന്ന്. ഓർക്കണം, ഈ കോൺവെന്റിൽ ഏകദേശം 130 അംഗങ്ങളുണ്ട് എന്ന്. ആ കോൺവെന്റിന്റെ സുപ്പീരിയറായിട്ടാണ് ത്രേസ്യ തിരിച്ചു വരുന്നത്. ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. ഈ ഇൻകാർണേഷൻ കോൺവെന്റിലാണ് ത്രേസ്യ തൻ്റെ സന്യാസ ജീവിതത്തിലെ ആദ്യത്തെ അനിശ്ചിതത്വമായ ചുവടുവെപ്പുകൾ നടത്തിയത്. ഇപ്പോൾ 9 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം അസംതൃപ്തരായ കന്യാസ്ത്രീകളുടെ ബാബിലോണിലേക്ക് അവരുടെ സുപ്പീരിയറായി ത്രേസ്യ വന്നിരിക്കുകയാണ്. ത്രേസ്യയുടെ മുമ്പിലുള്ള പ്രതീക്ഷകൾ ഒട്ടും സന്തോഷകരമായിരുന്നില്ല. കാരണം ഇവിടെ കൃത്യനിഷ്ഠകൾ ഇല്ലാതായി. ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ അനുസരണമോ കൂട്ടായ്മയോ ഇല്ല. എന്നിരുന്നാലും ഇതിൽ സന്തുഷ്ടരും സംതൃപ്തരുമായിരുന്നു പലരും. അവരുടെ മുമ്പിൽ അവരുടെ സുപ്പീരിയറായി മുൻ ഡോണ ദെ അഹമ്മദാദ് ഔദ്യോഗികമായി നിയമിതയായിരിക്കുന്നു ഒരു നവീകരണ കർത്താവായി. ആ ത്രേസ്യയുടെ തുടർന്നുള്ള ജീവിതമാണ് നാം ഈ എപ്പിസോഡിൽ കാണുന്നത്. ഇൻകാർണേഷൻ മഠത്തിന്റെ സുപ്പീരിയറായി ത്രേസ്യ വരുന്നു എന്നറിഞ്ഞപ്പോൾ മഠത്തിൽ ആകെ അസ്വസ്ഥതയായി. ത്രേസ്യയുടെ ആത്മമിത്രമായിരുന്ന ജുവാനയുടെ അടുക്കിലേക്ക് പലരും ഓടിയെത്തുന്നു. എന്നാൽ തന്റെ പഴയ കൂട്ടുകാരി ഇവിടെ സുപ്പീരിയറായി വരുന്നു എന്നറിഞ്ഞ് സിസ്റ്റർ ജുവാന വളരെയേറെ വിഷമത്തിലാണ്. ത്രേസ്യയെ മഠത്തിന്റെ സുപ്പീരിയറായി നിയമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങളെന്താ ഒന്നും സംസാരിക്കാത്തത്? ഇത് ശരിയാണോ? സാധാരണയായി വോട്ടിങ്ങിലൂടെയാണ് സുപ്പീരിയറിനെ നിയമിച്ചിരുന്നത്. ഇക്കാലം എത്രയും എല്ലാവരും പറയുന്നത് ഈ മഠത്തെ നവീകരിക്കാൻ വേണ്ടിയാണ് ത്രേസ്യ വരുന്നത് എന്ന്. എല്ലാവരും ത്രേസ്യയുടെ ഈ തിരിച്ചുവരവിനെ ശക്തമായി എതിർത്തിരുന്നു. ഇതിന്റെ കാരണം നിയമലംഘനത്തിന്റെ പേരിൽ ദിവസങ്ങളോളം ജയിൽ മുറിയിൽ കഴിയേണ്ടി വരുമെന്നുള്ള ഭയാനകമായ ഭീതിയാണ്. സന്യാസ മഠത്തിന്റെ ആഴമായ ഏകാന്തതയിൽ നിന്നും ആരവങ്ങളും ബഹളങ്ങളും നിറഞ്ഞ ഉല്ലാസങ്ങളോടും ആവിലാപട്ടണത്തിലെ നല്ല സുഹൃത്തുക്കളോടുമൊപ്പം ദിവസങ്ങൾ ചെലവഴിക്കാനുള്ള സാധ്യതകൾ നിറഞ്ഞ ഒരിടം മാത്രമായിരുന്നു ഈ ഭവനം. ഇതെല്ലാം അവസാനിക്കും ഉടനെ. ഇനി കഠിനമായ ജീവിതം നയിക്കാൻ നിർബന്ധിതരാകുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കുന്നതാണ്. ഇത്രത്തോളം ത്രേസ്യയുടെ സുപ്പീരിയർഷിപ്പിനെ വെറുത്തിരുന്നു എന്നതാണ് സത്യം. ഇവിടെ ത്രേസ്യയ്ക്ക് യാതൊരു അധികാരവുമില്ല. ഒരു സാധാരണ സ്ത്രീയുടെ സ്ഥാനം മാത്രമേ ഇവിടെയുള്ളൂ എന്നവർ പലരും പറഞ്ഞു. ജുവാനയെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടിരുന്നു. നീ അവളുടെ ഉറ്റ സുഹൃത്തല്ലായിരുന്നോ? നീ എന്തേ അവളുടെ കൂടെ പോകാതിരുന്നത്? ഓരോരുത്തർക്കും അവരവരുടെ ജീവിത വഴികളുണ്ട്. ത്രേസ്യ പലപ്പോഴും സാഹസികമായ വഴികളാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ത്രേസ്യയുമായുള്ള പഴയ ബന്ധങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്, ജുവാന പറയുകയാണ്. ഇൻകാർണേഷൻ മഠത്തിന്റെ പ്രിയോർ സ്ഥാനം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യലച്ചന്റെ കൂടെ വരികയാണ്. മഠത്തിൽ ആകമാനം ബഹളമായി. അമ്മ ത്രേസ്യയെ ഇവിടെ വേണ്ട എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് സമൂഹം മുഴുവൻ എതിർക്കുന്നതാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടാണ് ത്രേസ്യ വരുന്നത്. ഒരു വലിയ ജനക്കൂട്ടം ഇവരെ കാത്തിരിക്കുന്നു. പ്രൊവിൻഷ്യലച്ചൻ ത്രേസ്യയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, ധൈര്യമായിരിക്കാൻ പറഞ്ഞുകൊണ്ട്. ത്രേസ്യയ്ക്ക് തെല്ലും ഭയമില്ലായിരുന്നു ഇതിനെക്കുറിച്ച്.
കൂടെ ഉണ്ടായിരുന്നവർ പല പ്രാവശ്യം മുട്ടി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടു. സിസ്റ്റേഴ്സ് വാതിൽ തുറന്നില്ല. പിന്നീട് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ തന്നെ ശക്തമായി തള്ളി വാതിൽ തുറക്കാൻ പരിശ്രമിക്കുന്നു. ഞങ്ങൾക്ക് ത്രേസ്യയെ ആവശ്യമില്ല എന്നും ഇലക്ഷൻ മതി എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വാതിൽ തുറക്കാതിരിക്കുന്നു. ഇതിനിടയിൽ പുറത്തിറങ്ങിയ സിസ്റ്റർ ജുവാന ത്രേസ്യയെ കണ്ടുമുട്ടുകയും ത്രേസ്യ സിസ്റ്റർ ജുവാനയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ബഹളത്തിനിടയിൽ കോൺവെന്റിന്റെ പിറകിലുള്ള മറ്റൊരു വഴിയിലൂടെ ത്രേസ്യയെയും കൂട്ടിക്കൊണ്ട് പ്രൊവിൻഷ്യൽ അച്ഛൻ അകത്ത് പ്രവേശിക്കാൻ പരിശ്രമിക്കുന്നു. ആ സമയത്ത് അവർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, വൃത്തികെട്ടവൾ, രാജ്യദ്രോഹി എന്നൊക്കെ. ഒടുവിൽ വളരെ കഷ്ടപ്പെട്ട് അകത്ത് പ്രവേശിച്ച പ്രൊവിൻഷ്യൽ അച്ഛൻ ത്രേസ്യയെ ഇൻകാർണേഷൻ കോൺവെന്റിന്റെ സുപ്പീരിയറായി നിയമിക്കുന്നതിന്റെ കൽപ്പന വായിക്കുന്നു. ഈ നിമിഷം മുതൽ ത്രേസ്യയെ ഈ ഭവനത്തിന്റെ പ്രിയോറായി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ ബഹളം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സിസ്റ്റർ ജുവാന ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവമാതാവിന്റെ സ്തോത്രഗീതം പാടുകയും എല്ലാവരും അവളോട് ചേർന്ന് പാടുകയും അങ്ങനെ എല്ലാം ശാന്തമായി. Si se ha creído que ha ganado la batalla, va aviada. Basta ya, ¿no? ¿Qué va a bastar? ¿Quién manda aquí? La Madre Teresa de Jesús.
¿Qué va a mandar? Ha puesto la Virgen de la Clemencia en la silla prioral y con las llaves del convento en las manos. Algo estará urdiendo, siempre sale con algo así. സുപ്പീറിനായി മാറ്റിവെച്ചിരുന്ന കസേരയിൽ ഇരിക്കുന്നതിന് പകരം 26 വർഷം മുമ്പ് താൻ പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ സ്വസ്ഥമായി ഒന്നിരുന്നു. Tantos años sentándome aquí. അധികം താമസിക്കാതെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ തിരുസ്വരൂപവുമായി അവൾ മടങ്ങി വന്നു. ഈ ഭവനത്തിന്റെ അധികാരിയായി ഇവർ തന്നെ ഉടനെ ഉൾക്കൊള്ളുകയില്ല എന്ന് മനസ്സിലാക്കി സുപ്പീരിയർ ഇരിക്കേണ്ട കസേരയിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം സ്ഥാപിച്ചു. ത്രേസ്യ സാവകാശം നിലത്തിരുന്നു. അവരെ അഭിസംബോധന ചെയ്യുകയാണ്. ഇതാ നിങ്ങളുടെ യഥാർത്ഥ സുപ്പീരിയർ, നമ്മുടെ കാരുണ്യ മാതാവ് എന്ന് ഗൗരവത്തോടെ അവൾ പ്രഖ്യാപിക്കുന്നു. പ്രിയ സഹോദരിമാരെ, അനുസരണമാണ് എന്നെ ഈ ദൗത്യം നിർവഹിക്കാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എനിക്കൊരു അത്ഭുതമാണ്. ഞാൻ ഒട്ടും അർഹിക്കാത്തതാണ് ഇത്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതുകൊണ്ട് മാത്രമല്ല, ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ലാത്തതുകൊണ്ടും കൂടാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഒരു സുപ്പീരിയറിനെ നൽകിയതിലും നിങ്ങളുടെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇല്ലാതാക്കിയതിലുമാണ് എന്റെ വിഷമം. പുതിയതായി നിയോഗിച്ചിരിക്കുന്ന സുപ്പീരിയർ നിങ്ങളുടെ ഈ ചെറിയവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ സാധിച്ചാൽ അതൊരു വലിയൊരു വിജയമായിരിക്കും. ഞാൻ ഈ വീട്ടിലെ മകളാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു സഹോദരിയാണ്. ഇനി മുതൽ പരിശുദ്ധ കന്യകാമറിയമാണ് ഇവിടുത്തെ അധികാരി. ദൈവത്തിന്റെ അമ്മ ഒരിക്കലും ഒരു മോശം സുപ്പീരിയറാണെന്ന് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. 500 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു വലിയ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആത്മീയമായും ഭൗതികമായും പക്വതയിൽ എത്തണമെങ്കിൽ ജീവിതത്തിൽ തിരസ്കരണങ്ങളും അംഗീകാരങ്ങളും ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായേ പറ്റൂ. ഇത് ഏതൊരു ജീവിതത്തിൻ്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നും ആവർത്തിക്കപ്പെടുന്നുണ്ട്. സഭയിലും സമൂഹത്തിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ആരും അതിശക്തിയോ ഭയപ്പാടുകളോ തകർന്നുപോയി എന്ന മിഥ്യാധാരണകൾ പറഞ്ഞ് പരുത്തുകയോ വേണ്ട. ഇൻകാർണേഷൻ കോൺവെന്റിന് സുപ്പീരിയറായി സമൂഹത്തിന് വെളിയിൽ നിന്ന് വന്ന് ഈ സമൂഹത്തിന്റെ നവീകരണത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കാൻ ത്രേസ്യ ഒരുങ്ങുകയും ത്രേസ്യയുടെ ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയും ശക്തി പകരുകയും ചെയ്യുന്നത് ഒരു ബലപ്രയോഗത്തിലൂടെയല്ല, അല്ലെങ്കിൽ അധികാരത്തിന്റെ ശക്തിയിലൂടെയുമല്ല, മറിച്ച് എളിമയുടെ മനോഭാവവും ദാസന്റെ സേവന സന്നദ്ധതയുമാണ് നവീകരണത്തിന്റെ യഥാർത്ഥ വഴികൾ നമുക്ക് തുറന്നു തരുന്നതെന്ന് ത്രേസ്യ പഠിപ്പിക്കുകയാണ്.